നമ്മുടെ സംസ്ഥാനത്തിന്റെ തദ്ദേശ രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തിയ പഞ്ചായത്തുകളിൽ ഒന്നാണ് തൃശൂർ ജില്ലയിലെ അവിണ്ണിശ്ശേരി. 2 തവണയും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി രാജിവെച്ചതോടെ കോടതി വ്യവഹാരത്തിലൂടെയാണ് BJP ഇവിടെ അധികാരത്തിലേക്ക് എത്തിയത്. 10 വർഷത്തിലേറെയായി BJP ഭരണം നടത്തുന്ന പഞ്ചായത്ത് ഇക്കുറി ഏത് വിധേനയും തിരികെ പിടിക്കാനുള്ള കടുത്ത തയ്യാറെടുപ്പിലാണ് UDF-ഉം LDF-ഉം. സ്വാതന്ത്ര്യ സമര സേനാനി VR കൃഷ്ണൻ എഴുത്തച്ഛന്റെയും കവി മുല്ലനേഴിയുടെയും നാട്, തൃശൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്ത്, കാർഷിക സംസ്കൃതിയാൽ സമ്പന്നമായ നാട്. ഈ വിശേഷണങ്ങൾക്കൊപ്പം കഴിഞ്ഞ 10 വർഷമായി BJP ഭരിക്കുന്ന തൃശൂരിലെ ഏക തദ്ദേശ സ്ഥാപനം എന്നൊരു പ്രത്യേകത കൂടി അവണിശ്ശേരിക്കുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP 6, CPM 3, കോൺഗ്രസ് 3, CPI 2 എന്ന നിലയിലായിരുന്നു കക്ഷിനില. 5 അംഗങ്ങളുള്ള LDF-നെ കോൺഗ്രസ് 2 തവണ പിന്തുണച്ചെങ്കിലും പിന്തുണ സ്വീകരിക്കാൻ മുന്നണി തയ്യാറായില്ല. കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിച്ച് സ്ഥാനമാനങ്ങൾ വേണ്ട എന്ന നിലപാട് LDF സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചതോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ BJP ഹൈക്കോടതിയെ സമീപിച്ചു. അനുകൂല വിധി സമ്പാദിച്ചു. തുടർന്നാണ് 2ാം വട്ടവും അവണിശ്ശേരിയിൽ BJPക്ക് ഭരണകാര്യ നിർവഹണത്തിന് അവസരം ലഭിക്കുന്നത്. രാജ്യസഭ MP ആയിരുന്നപ്പോൾ സുരേഷ് ഗോപി ദത്തെടുത്ത പഞ്ചായത്തിൽ ഇതിനോടകം മുൻപെങ്ങുമില്ലാത്ത വിധം വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞെന്നാണ് BJPയുടെ അവകാശവാദം. 100% പദ്ധതി പണം ചെലവഴിച്ചതിൽ ജില്ലയിൽ 1ാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ 6ാം സ്ഥാനവും പഞ്ചായത്തിന്റെ പ്രധാന നേട്ടമായി ഭരണസമിതി ഉയർത്തിക്കാട്ടുന്നു. ഏകദേശം 2 കോടിയോളം രൂപ നമുക്ക് സുരേഷ് ഗോപിയുടെ ഫണ്ടിൽ നിന്ന് തന്നെ അവണിശ്ശേരിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. പുതിയ അങ്കണവാടി വന്നു, പകൽ വീട് കെട്ടിടങ്ങൾ വന്നു, നിരവധിയായിട്ടുള്ള പുതിയ റോഡുകൾ വന്നു, കാനകൾ നമ്മൾ നിർമ്മിച്ചു, വൈദ്യുതി ലൈൻ, തെരുവിളക്കിൻ്റെ വൈദ്യുതി ലൈൻ ദീർഘിപ്പിച്ചു, 14 വാർഡുകളിലും നമ്മൾ ദീർഘിപ്പിച്ചു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപി MP-യുടെ പണം ഉപയോഗിച്ച് നമുക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാത്രം വിചാരിച്ചിരുന്നെങ്കിൽ പഞ്ചായത്തിന്റെ മുഖച്ഛായ തന്നെ മാറുമായിരുന്നുവെന്നാണ് LDF-ഉം UDF-ഉം ഉയർത്തുന്ന വിമർശനം. ജനങ്ങൾക്ക് പ്രയോജനകരമായ യാതൊരു പദ്ധതികളും നടപ്പാക്കാത്ത BJP ഭരണസമിതി സംസ്ഥാന സർക്കാരിന്റെ വികസന ഫണ്ടുകൾ പോലും പാഴാക്കിയെന്നും ആരോപണം. വലിയ ടാർഗറ്റിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കുറവ് 10 സീറ്റെങ്കിലും ടാർഗറ്റ് ചെയ്തുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് കാഴ്ചവെക്കുന്നത്. എല്ലാ വാർഡുകളിലും ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് 16 വാർഡുകളും സ്ഥാനാർത്ഥികളായി കഴിഞ്ഞു. ഏത് നിമിഷവും നമുക്ക് വന്നു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപനം കണ്ടീഷനാണ് നിൽക്കുന്ന എല്ലാ വാർഡുകളിലും മീറ്റിംഗ് കൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു. പക്ഷേ മറ്റ് 2 മുന്നണികളും ഇപ്പോഴും സ്ഥാനാർത്ഥികളെ കിട്ടാണ്ട് നടക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ വികസനം പരിശോധിക്കുമ്പോൾ ആദ്യം വന്ന് ഒരു അവണിശ്ശേരി PHSക്ക് ഒരു 50 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കല്ലിടൽ ചടങ്ങ് നടത്തി. പക്ഷേ അതിന് ശേഷം ആ പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചില്ല. അതോടൊപ്പം തന്നെ 1-2 ചെറിയ ഗ്രാമീണ റോഡുകൾ, ഒരു 2 ലക്ഷം 3 ലക്ഷത്തിൻ്റെ റോഡുകൾ കുറച്ച് ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു പകൽ വീട് ചെയ്തു. ഇതല്ലാതെ അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളോ BJPയുടെ ബന്ധപ്പെട്ട മന്ത്രിമാരുടെ വികസന പ്രവർത്തനം നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. വാർഡ് വിഭജനം പൂർത്തീകരിച്ചപ്പോൾ 2 വാർഡുകൾ കൂടെ വർദ്ധിച്ചതോടെ അവണിശ്ശേരിയിൽ ഇത്തവണ 16 സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുന്നത്. BJP ഭരണസമിതിക്കെതിരായ കടുത്ത ജനവികാരം വോട്ടായി മാറുമെന്നും വീണ്ടും തങ്ങൾ ഭരണം പിടിക്കുമെന്നുമാണ് LDF-ഉം UDF-ഉം പ്രതീക്ഷിക്കുന്നത്. അതേസമയം നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ മുതൽക്കൂട്ടാകുമെന്നും തുടർഭരണം നിശ്ചയമാണെന്നും BJPയും ഉറച്ചു വിശ്വസിക്കുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.